ഹോങ്കോങ്ങിലെ രാത്രി കാഴ്ചകൾ ഭയങ്കര ഭംഗിയാണ്. ഈ സിംഫണി ഓഫ് ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ ഉണ്ട്. അപ്പോൾ ആ ഹോങ്കോങ്ങിലെ വിക്ടോറിയ ഹാർബറിൽ ഈ കാണുന്ന ഈ കെട്ടിടങ്ങളെല്ലാം മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന പോലെ തോന്നും. അത്ര ഭംഗിയായിട്ടാണ്. ഇതെല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ഈ ഒരു ഷോ ഉണ്ട്. അപ്പോൾ അത് എവിടെ നിന്ന് വേണേലും കാണാം. ഭയങ്കര ഭംഗിയാണ് ആ ഒരു കാഴ്ച. അപ്പം നമ്മൾ ഈ കാണുന്നതെല്ലാം ആ കാഴ്ചയുടെ ഭാഗമായിട്ടുള്ള വിക്ടോറിയ ഹാർബറിലുള്ള കെട്ടിടങ്ങളിൽ ലൈറ്റ്സ് കൊണ്ടുള്ള ഡിസ്പ്ലേ ആണിത്. ഈ സിംഫണി ഓഫ് ലൈറ്റ്സ് ഷോ കാണാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റൊക്കെ എപ്പോഴും എത്തും. നല്ല രസമാണ് കേട്ടോ അവിടെ ഇങ്ങനെ ചുമ്മാ നിന്നിട്ട് ഇങ്ങനെ കാണാനായിട്ട്. പ്രത്യേകിച്ചും വെതറൊക്കെ നല്ലതാകുമ്പം ആ ഒരു വെള്ളത്തിൽ നിന്നൊക്കെയുള്ള ആ ഒരു ബ്രീസും പിന്നെ ഈ ലൈറ്റ് ഷോയും ഇതെല്ലാം കൂടെ കാണുന്നതൊരു രസം തന്നെയാണ്. നമുക്കവിടെ ഇരുന്ന് കാണാൻ പറ്റും, നിന്ന് കാണാൻ പറ്റും. കുറേ വ്യൂയിങ് ഏരിയാസൊക്കെ ഉണ്ട്. പിന്നെ അതിനടുത്തുള്ള ഹോട്ടൽസിലൊക്കെ ആണെങ്കിൽ പോലും നമുക്കതിൻ്റെ റൂമിൽ നിന്ന് തന്നെ ഇത് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൽ നിന്ന് നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ അവിടേക്ക് നടന്നു പോയിട്ട് അവിടെ നിന്നും കണ്ടു. നല്ല ഭംഗിയാണത് ആ ഒരു ഷോ കാണാനായിട്ട്. ഈ സിംഫണി ഓഫ് ലൈറ്റ്സിൻ്റെ ഷോയുടെ സമയത്ത് ഇവിടെ ഇങ്ങനെ ബോട്ടിലുള്ള ടൂറൊക്കെ ഉണ്ട്. ഇപ്പോൾ ചിലരൊക്കെ ആ ബോട്ട് ടൂറിൽ കയറിയിട്ട് അതിന് ചുറ്റും ഇങ്ങനെ യാത്ര ചെയ്ത് അതിലൂടെ നിന്ന് കാണും. അതല്ല ഇവിടെ സൈഡിൽ നിന്ന് കണ്ടാൽ മതിയെങ്കിൽ അതും നല്ലതാണ്. ഇപ്പോൾ ഏതൊക്കെയാണെങ്കിലും പല രീതിയിൽ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഹോങ്കോങ്ങിൻ്റെ നൈറ്റിലുണ്ട്. ഇത് ആ ഒരു പഴയ റെയിൽവേ ബിൽഡിംഗ് ആണ്. പണ്ട് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഒരു റെയിൽവേ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ കാണുന്നത് നമ്മളുടെ പെനിൻസുല ഹോട്ടലാണ്. ആ ഫേമസ് പെനിൻസുല ഹോട്ടൽ ഇങ്ങനെ ഡെക്കറേറ്റ് ആയിട്ട് നിൽക്കുന്നതും ലൈറ്റ്സിൽ ഇങ്ങനെ നിൽക്കുന്നതും നല്ല ഭംഗിയാണ്. പിന്നെ അതൊരു ചൈനീസ് ന്യൂ ഇയറിൻ്റെ ടൈം ആയിരുന്നതുകൊണ്ട് അതിൻ്റെ ഡെക്കറേഷൻസും ഉണ്ട് അവിടെ. പെനിൻസുല ഹോട്ടൽ ശരിക്കും ആ വിക്ടോറിയ ഹാർബറിൻ്റെ സൈഡിൽ തന്നെയാണത്. ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ സ്പേസ് മ്യൂസിയവും ഹാർബറും ആ ക്രീക്ക് ഏരിയകളും അതെല്ലാം തന്നെയാണ്. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാലും ഈ കാഴ്ച കാണാം. പക്ഷേ ഇത് നല്ല ഭംഗിയാണ്. ഈ റോഡിൻ്റെ ഒരു സൈഡിൽ വിക്ടോറിയ ഹാർബറും ഇപ്പുറത്തെ സൈഡിൽ ഹോട്ടലും. ഹോങ്കോങ്ങിൽ നൈറ്റ് ടൂർസ് ഒക്കെ ഉണ്ട്. നമുക്കിങ്ങനെ ബസ്സിൽ ഹോൾ ഓഫ് ഹോങ്കോങ്ങിൽ നമുക്കിങ്ങനെ ബസ്സിൽ പോയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു ടൂറും ചെയ്തായിരുന്നു. ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കയറിയിട്ട് ഇങ്ങനെ പോയാൽ രാത്രി കാഴ്ചകളും കാണാം. രാത്രിയിൽ ശരിക്കും ഈ ഹോങ്കോങ് ഭയങ്കര ബിസിയാണ്. ആളുകളെല്ലാം ഇങ്ങനെ റോഡിലും അവിടുത്തെ സ്റ്റോഴ്സിലും ഒക്കെ ആയിട്ട് പോവുകയും ഭയങ്കര ബിസി ആയിട്ടൊരു സ്ഥലമാണ് ഹോങ്കോങ് അറ്റ് നൈറ്റ്. ഇതാണ് ഹോങ്കോങ്ങിലെ ടൈം സ്ക്വയർ ഏരിയ. ഒരുപാട് സ്റ്റോഴ്സൊക്കെ ഇവിടെയുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഹോങ്കോങ്ങിൻ്റെ രാത്രി കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ചൊക്കെ അവിടുത്തെ ഫോട്ടോസൊക്കെയാണ് രാത്രിയിൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരെ താങ്ക് യു.